ഞങ്ങൾ എല്ലാവരും കൂടെ ചോറ്റാനിക്കരമ്മേനെ കാണാനായിട്ട് പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ മോന് വയ്യാതായ സമയത്ത് അമ്മയുടെ നടയിലൊരു വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനിപ്പോൾ 5 വയസ്സായി. ഇപ്പോഴാണ് നമുക്ക് ആ വഴിപാടൊന്ന് കഴിപ്പിക്കാനായിട്ട് സാധിച്ചത്. നമ്മളങ്ങനെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എത്തിയപ്പോഴേക്കും 9:30 ആയിട്ടുണ്ടായിരുന്നേ. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. ഉള്ളിലേക്ക് ചെന്നപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച അമ്മയ്ക്ക് നല്ല വിശേഷപ്പെട്ട ദിവസമാണ് കേട്ടോ. ഒരുപാട് പൂജകളും വഴിപാടുകളും ഒക്കെ ഉണ്ടാവുകയെ. അങ്ങനെ ഞാൻ കൗണ്ടറിൽ വഴിപാടിനുള്ള രസീതൊക്കെ എഴുതിച്ചിട്ട് മോനെ വഴിപാട് നടത്താനായിട്ട് വന്നു. അവന് ശർക്കര കൊണ്ട് തുലാഭാരമായിരുന്നു കേട്ടോ നേർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തുലാഭാരമൊക്കെ കഴിഞ്ഞ് ഭംഗിയായിട്ട് നമ്മൾ പോന്നു. നമ്മൾ ഈ ചോറ്റാനിക്കര വരുമ്പം ആദ്യം കീഴ്ക്കാവിലമ്മേനെ തൊഴുതിട്ട് വേണം മേൽക്കാവിലമ്മേനെ തൊഴാനായിട്ട്. അങ്ങനെ നമ്മളിത് കീഴ്ക്കാവിലമ്മയുടെ നടയിലേക്ക് പോവുകയാണ്. പോയ സമയത്തൊക്കെ മോന് ഭയങ്കര വാശിയായിരുന്നു. കാരണം എന്താണെന്നറിയാമോ, ചുറ്റുംപുറം കളിപ്പാട്ടക്കടയാന്നേ. പിള്ളേർ കണ്ടാൽ സമ്മതിക്കുമോ? പിന്നെ അവനെ ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമ്മതിച്ചിട്ട് എന്നിട്ടൊന്നും അവൻ അടങ്ങിയില്ല കേട്ടോ. ദേ പിണങ്ങി പോകുന്ന പോക്കാണ് കേട്ടോ ഇത്. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് അമ്മയുടെ നടയിൽ തൊഴുതിറങ്ങി നേരെ നമ്മൾ ആ കടയിലേക്ക് പോയിട്ടോ. അവിടെ ചെന്ന് അവന് കളിപ്പാട്ടോ വാങ്ങിക്കൊടുത്ത് ഞാൻ പിന്നെ നെറ്റിപ്പട്ടോ അമ്മയുടെ രൂപവും കുറച്ച് കുങ്കുമവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാട്ടോ മേൽക്കാവിലമ്മയുടെ നടയിലേക്ക് വന്നത്. അവിടെ വന്ന് അമ്മയുടെ നടയിലും ഭംഗിയായിട്ട് തൊഴുതു കേട്ടോ. നല്ല തിരക്കുണ്ടായെങ്കിൽ തൊഴാനായിട്ട് സാധിച്ചു കേട്ടോ. പക്ഷെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അത്ര പോലെ തിരക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തൊഴുതിറങ്ങി അടുത്ത പരിപാടി നല്ല ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ. കാരണം രാവിലെ ഒന്നും കഴിക്കാതെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് തപ്പിയുള്ള നടപ്പാണ്. അപ്പോൾ അത് തപ്പി നടന്ന സമയത്ത് എനിക്ക് വല്ലാണ്ട് വിശന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ച് ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, അതെടുത്ത് 3-4 കഴിച്ചു. ഞാൻ മാത്രമല്ല അമ്മയുണ്ടായിരുന്നു എനിക്ക് കൂട്ടായിട്ട്. കാരണം വിശപ്പ് സഹിക്കാനായിട്ട് പറ്റണില്ല, അത് തന്നെ കാര്യം. അങ്ങനെ നമ്മൾ തപ്പി കണ്ടുപിടിച്ച് റെസ്റ്റോറൻറ്റിൽ വന്നു. റെസ്റ്റോറൻറ്റിൽ വന്ന് നമ്മൾ ഊണാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഊണൊക്കെ വന്നു. കൂടെ ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ലായിരുന്നു കേട്ടോ. എൻ്റെ എക്സ്പെക്റ്റേഷൻ കംപ്ലീറ്റ്ലി തെറ്റിപ്പോയി ഗൈസ്. കാരണം ഊണ് ഒട്ടും തന്നെ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേന്ന് ഓർത്ത് ഞാനത് വേസ്റ്റ് ആക്കാതെ കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫിഷ് ഫ്രൈ ഒക്കെ വല്ലാണ്ട് കരിഞ്ഞ് നാശമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ അവിടുത്തേത്. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ വന്നു. പിന്നെ സെറ്റ് സാരിയൊക്കെ കൊടുത്താണല്ലോ അമ്പലത്തിൽ പോയത്. അപ്പോൾ പിന്നെ 2 റീലെടുക്കാതെ എന്താ ഒരു സമാധാനമാവുന്നത്. പിന്നെ എൻ്റെ കെട്ടിയവനെ വെച്ച് 2-3 റീലൊക്കെ എടുത്ത് അങ്ങനെ സമാധാനമായി വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.